തുണി പൊക്കി കാണിച്ച് സാത്താനെ ആരാധിക്കുന്നവർ. കാപ്പ ചുമത്തി അകത്തിടേണ്ട ഗുണ്ടാസോലന്മാർ വരിന്ന് ദേവദാസന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു. CC പിടുത്തവും കൊട്ടേഷൻ പണിയും ഇല്ലാത്ത ഇടവേളകളിൽ വചനക്കച്ചവടത്തിനിറങ്ങുന്ന തെമ്മാടികൾ. ഇവന്മാരുടെ അടുത്ത് പോയി വായും പൊളിച്ചിരുന്ന് സ്തോത്രവും ഹല്ലേലൂയയും പറയുവാൻ നടക്കുന്ന ചില അലവലാദികൾ. സാത്താനെ ആട്ടിപ്പായിക്കാനാണ് തുണി ഉയർത്തിക്കാണിക്കാൻ പറഞ്ഞാൽ പോലും അവർ യാതൊരു മടിയും കൂടാതെ അപ്രകാരം ചെയ്യുന്നവർ. ഗുണ്ടാസ്തോല വചനമടുവുകളുടെ വിക്രിയകൾ കാണുക. ഇവന്മാർ കള്ളും കഞ്ചാവും ഒന്നുമല്ല, അതിലും മാരകമായ എന്തോ ഉപയോഗിച്ചിട്ടാണ് ഈ കോലക്കേടുകൾ കാണിക്കുന്നത്. നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് പറ. വെൽക്കം ടു ദ സ്പിരിച്വൽ വേൾഡ്. ലൈവിലൂടെ ഇപ്പോൾ ഞങ്ങളെ വിമർശനത്തിന് കാണുന്ന ഒരു കുടുംബത്തിന് മേൽ ഈ രോഗത്തെ ഞാൻ വെക്കുകയാണ്. ഇതിന്റെ തലമുറയുടെ 5ാം തലമുറ വരെ ഇതിന്റെ എഫക്റ്റ് അടിക്കും. ശപിച്ചതല്ല, കർത്താവിനോട് പറയാൻ പറഞ്ഞു. ഓൺലൈനിൽ ഞങ്ങളെ വിമർശനത്തിന് വേണ്ടി കാണുന്നവരുടെ തലമുറ ഈ മാതാപിതാക്കളുടെ റിലേഷനിൽ നിന്ന് ചെതറിക്കാൻ നോക്കിയത്, തല വെട്ടാൻ നോക്കിയത്, അങ്ങനെയുള്ള ചില കുടുംബങ്ങളുടെ മേൽ ഇപ്പൊ അവന്റെ തലമുറകൾ കൂട്ടമായി ചെതറട്ടെ. ഞങ്ങള് രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോഴാണ് ഞാൻ പ്രവാചകനോട് പെർമിഷൻ എടുത്തിട്ടാ പറയുന്നത്. ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലമുറയുടെ മേൽ ആ വ്യക്തി ഇതിനെ വിമർശിക്കാനായിട്ട് ഇപ്പൊ ലൈവിൽ വിമർശിക്കാൻ വേണ്ടി ഇപ്പൊ ലൈവിലിരിക്കുന്ന നെഗറ്റീവ് ഒപ്പിയെടുക്കാൻ വേണ്ടി ഇപ്പൊ ലൈവിലിരിക്കുന്ന ആ വ്യക്തിയുടെ ഒരു തലമുറയുടെ മേൽ ചിത്തഭ്രമത്തിന്റെ ഒരു ദുരാത്മാവ് ഇങ്ങനെ നിൽക്കുന്നു. നീ മുടിഞ്ഞു മുണ്ടക്കോലല്ലേ ശാപം പിടിച്ചു പോകത്തുള്ളൂ, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. ായിട്ടല്ലേ നിൽക്കുന്നത്, കയ്യെ ഗ്ലാസുമായിട്ടല്ലേ നിൽക്കുന്നത്. ഇനി ശ്രീ റോണിയുടെ ഞായർ ദിന സന്ദേശത്തിലേക്ക്. ഇന്ന് സ്വയം പ്രഖ്യാപിത ആത്മീയന്മാർ എന്ന അവകാശം പറഞ്ഞ് നടക്കുന്ന ജഡീകന്മാർക്ക് പിറകെ നടക്കുന്ന ആൾക്കാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പാസ്റ്ററും പാതിരിയും ആത്മീയൻ എന്ന് പറയുന്നത്? ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന ആത്മീയന്മാരുണ്ട്. അവർ മറ്റുള്ളവരെ പ്രാഗി പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഉഡായിപ്പ് പ്രവചനങ്ങൾ നടക്കാറില്ല. ഈ കള്ളപ്രവചനവും മാജിക്കുകളും ജഡത്തിനേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ജഡത്തിനെ സന്തോഷിപ്പാൻ കുറേ മണ്ടന്മാർ പാസ്പോർട്ട് എടുത്ത് തുണികൾ പൊക്കിയും ചുരുട്ടിയും പല മാലിന്യങ്ങളുടെയും പുറകെ നടക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആത്മീയ ലോകത്ത് ധാരാളം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാലിന്യങ്ങളുടെ ചില കലാപരിപാടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചില മാലിന്യങ്ങളെ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ഗുണ്ടകളെന്നും തെമ്മാടികളെന്നും വിളിക്കുമ്പോൾ ഈ മാലിന്യങ്ങളുടെ കൂടെ നടക്കുന്ന തലച്ചോറ് പണയം വെച്ച ആൾക്കാരെ വിശ്വാസികൾ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവരെ മൊണ്ണകൾ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പെടുന്നവരാണ് തീർത്തും മാലിന്യങ്ങളായ കുറേ ഗുണ്ടകളെ പ്രവാചകന്മാരാക്കി കൊണ്ടു നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ടാ പ്രവാചകൻ അഭിഷേകത്തിൻ്റെ ആക്ഷനായി കൈകൾ ചുരുട്ടണമെന്ന് പറഞ്ഞപ്പോൾ ധാരാളം സ്ത്രീകൾ തങ്ങളുടെ ബ്ലൗസുകൾ ചുരുട്ടി ആ ആക്ഷൻ നടത്തുന്നത് നമ്മൾ കണ്ടു. അടുത്ത ആഴ്ച അഭിഷേകത്തിൻ്റെ ആക്ഷനായി തുണി പൊക്കണമെന്ന് ഈ കള്ളപ്രവാചകൻ പറഞ്ഞാൽ ഈ സ്ത്രീകൾ നാളെ അതും പൊക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് ഗുണ്ടയുടെ കൂടെയും തെമ്മാടിയുടെ കൂടെയും കൂട്ടിനിറങ്ങാൻ ഇന്ന് കേരളത്തിൽ ഇതുപോലെ കുറച്ച് സ്ത്രീകൾ കാണും. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്. എനിക്ക് ഈ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ രസം വേണമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കോക്കാമ്പിച്ചിൽ കാണിച്ച് ഇവന്മാരുടെയൊക്കെ പുറകെ നടക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ഷനുകൾ കാണിക്കാൻ പറ്റിയ സ്ഥലം കള്ളിഷാപ്പും ബാറുകളുമാണ്. അവിടെ നടത്തുന്ന ആക്ഷനുകളാണ് ഇവന്മാർ ആരാധന എന്ന പേക്കൂത്തിൽ ഇവന്മാരുടെ കെട്ടിടങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സത്യസന്ധമായി സുവിശേഷ പ്രവർത്തനം നടത്തുന്ന പാപം പിടിച്ച കുറേ പാസ്റ്റർമാർ ഈ ലോകത്തിലുണ്ട്.
പണത്തിനു വേണ്ടി സുവിശേഷ പ്രവർത്തനം നടത്താത്തത് കൊണ്ട് അവർക്ക് ഫാൻസുകളില്ല, അവരെ ആരും അറിയത്തുമില്ല. അവരൊരിടത്തും താൻ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് കാശ് പിരിച്ച് നടക്കത്തുമില്ല. തുണി പൊക്കിയുള്ള അഭിഷേകം അവരുടെ പരിപാടിയേ അല്ല. എത്ര പേർക്കറിയാം എന്നറിയില്ല. പക്ഷെ ഒരു പരമമായ സത്യമുണ്ട്. പണത്തോടുള്ള ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ സുവിശേഷം പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. യഥാർത്ഥമായി ബൈബിൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്കും അത് കാശിനു വേണ്ടി വിൽക്കാനായിട്ട് സാധിക്കില്ല. സത്യസന്ധമായ സുവിശേഷത്തിന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രവചനങ്ങൾ എന്നിവ പറഞ്ഞ് ഫ്ലെക്സ് വെക്കേണ്ട ആവശ്യമില്ല. ഒരു പബ്ലിസിറ്റിയുടെയും ആവശ്യമില്ല. യഥാർത്ഥ സുവിശേഷം ഒരിക്കലും തല്ലിയാൽ തിരിച്ചു തല്ലാൻ പഠിപ്പിക്കുന്നില്ല. തല്ലിയവനെ അനുഗ്രഹിച്ച് പഠിപ്പിക്കുന്നു, ശത്രുക്കളെ സ്നേഹിച്ച് പഠിപ്പിക്കുന്നു. അതുതന്നെയാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും തിരുവചനം വായിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നുവെങ്കിൽ, ഒരു സ്ത്രീക്കും പുരുഷനും കൈ ചുരുട്ടാനും തുണി പൊക്കാനുമായിട്ടുള്ള കലാപരിപാടിക്ക് പോകാൻ കഴിയത്തില്ല. ഇന്ന് നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ ശാപം നാടിനും വീടിനും കൊള്ളാത്ത കുറേ തെമ്മാടികൾ പാതിരിയുടെയും പാസ്റ്ററിൻ്റെയും വേഷം കെട്ടി ഇറങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പാതിരിയുടെ വേഷം കെട്ടി ഇറങ്ങിയ ഒരു തെമ്മാടി കാരണം 2 മാലാക പോലത്തെ കുഞ്ഞുങ്ങളും ഒരമ്മയും ഈ ഭൂമിയിൽ നിന്ന് തങ്ങളുടെ ജീവിതം മതിയാക്കി പോകേണ്ടി വന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഇതുപോലെയുള്ള കള്ളന്മാരായ പാസ്റ്റർമാരുടെയും പാദ്രിമാരുടെയും അവസാനത്തെ ഒരു തന്ത്രമാണ് ഞങ്ങൾ ശപിച്ചു ഭസ്മമാക്കി കളയും എന്നുള്ളത്. കള്ളന്മാരായിട്ടുള്ള ഈ പാസ്റ്റർമാരോടും പാദ്രിമാരോടും എനിക്ക് പറയേണ്ടി വരുന്നത്, ഈ ഭീഷണിയൊക്കെ നിനക്ക് വേണ്ടി തലച്ചോറ് പണയം വെച്ച മൊണ്ണകളുടെ എടുത്താൽ മതി. അവർക്ക് വചനം അറിയാത്തത് കൊണ്ടും അവർക്കത് വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ടൊക്കെയാണ് നിൻ്റെയൊക്കെ മാജിക്ക് കാണാൻ നിൻ്റെയൊക്കെ കൂടെ അവർ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നീയൊക്കെ നടത്തുന്ന ഈ ഭീഷണി, അതായത് ശപിച്ചു കളയും എന്നുള്ള ഒരു ഭീഷണി ഉണ്ടല്ലോ, അതൊക്കെ അവരുടെ അടുത്തെടുക്കണം. വചനം അറിയാവുന്നവൻ്റെ അടുത്ത് അത് ഇറക്കാൻ നിൽക്കരുത്. നീയൊക്കെ ദൈവത്തിനെയും മനുഷ്യരെ ഒരുപോലെ കൊള്ളയടിച്ച് കാണിക്കുന്ന ഈ കോക്കാമ്പിച്ചി കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ വീഡിയോകളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ല. നീയൊക്കെ കാണിക്കുന്നത് തന്നെയാണ് പൊതുസമൂഹത്തിന് മുന്നോട്ട് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നിൻ്റെയൊക്കെ കോക്കാമ്പീച്ചികൾക്ക് ഈ മൊണ്ണകളൊക്കെ കൈയടിക്കും, ബാക്കി ആരും കൈയടിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സത്യസന്ധമായി ബൈബിൾ അനുസരിച്ച് സുവിശേഷം നടത്തുന്ന പാവം പിടിച്ച പാസ്റ്റർമാർക്ക് പോലും ബൈബിൾ അനുസരിച്ച് ശപിക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. പിന്നല്ലേ തീർത്തും ഗുണ്ടകളും തെമ്മാടികളുമായ പ്രവാചകന്മാരെന്ന പേരിൽ വേഷം കെട്ടി നടക്കുന്ന നിൻ്റെയൊക്കെ ശാപം. യഥാർത്ഥ തിരുവചന മൂല്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ക്രിസ്തുവിലുള്ളവർ, പരിശുദ്ധാത്മാവിലാൽ നയിക്കപ്പെടുന്നവർ തങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഒരിക്കലും ശപിക്കാൻ നിൽക്കാറില്ല, അനുഗ്രഹിച്ച് മടങ്ങാറേ ഉള്ളൂ. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും തങ്ങളുടെ വായിൽ നിന്ന് ഒരു ശാപവാക്ക് ഉതിർക്കാൻ കഴിയില്ല. അത് ദൈവമില്ലാത്ത ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ശപിക്കുക എന്നുള്ള ഭീഷണി മുഴക്കുന്ന പാസ്റ്റർമാരോടും പാദ്രിമാരോടും കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. ശത്രുക്കളെ സ്നേഹിക്കാൻ അറിയാൻ വയ്യാത്തവന്മാരാണ് ഇന്ന് ദൈവസ്നേഹം പറഞ്ഞു പഠിപ്പിക്കാൻ ബൈബിളും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് ചിന്തിക്കുകയും വേണം. ഇവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇങ്ങനെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ വിളിച്ചിരിക്കുന്ന നമ്മൾക്ക് ശപിക്കാനായിട്ടുള്ള അധികാരം ദൈവം അവിടെ തന്നിട്ടുണ്ട്. ഈ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കണം. എങ്കിൽ പിന്നെ അവിടെ എഴുതി വെക്കണം, നിന്നെ ശപിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന്. ഓരോ വിശ്വാസിയെയും സ്നേഹിപ്പാനും അനുഗ്രഹിപ്പാനുമാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം ആദ്യം പഠിക്കേണ്ടത് ഇതുപോലെയുള്ള കള്ള പാസ്റ്റർമാരും പാദ്രിമാരുമാണ്. കാരണം ഈ വചനം വിറ്റാണല്ലോ ഇവന്മാർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിൽക്കുന്ന വചനത്തോടെങ്കിലും കുറച്ച് മാന്യതയെങ്കിലും പുലർത്തുക. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, ശപിക്കരുത്.
മാത്രമല്ല അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് ദൈവശുശ്രൂഷ ചെയ്യുന്ന പല പാവം പിടിച്ച പാസ്റ്റർമാരും മർദ്ദനമേൽക്കേണ്ടി വരുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനായിട്ടാണ് തിരുവചനം അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ മണ്ടന്മാരായ വിശ്വാസികൾ എന്തിനാണ് കൈയടിക്കുന്നത്? അതായത് തിരുവചനത്തിന് വിരുദ്ധമായി ശാപം നടത്തുന്ന കള്ളപ്രവാചകന്മാർക്ക് വേണ്ടിയിട്ടാണ് അവരിന്ന് കൈയടിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഇവിടെ പൗലോസ് ഇതൊക്കെയും അനുഭവിച്ചിട്ടും ശപിക്കാനായിട്ട് നടന്നില്ല. അതുകൊണ്ട് വിശുദ്ധ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാസ്റ്റർക്കും പാതിരിക്കും ശപിക്കാനായിട്ടുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. അങ്ങനെ അവർ ചെയ്യുന്നുവെങ്കിൽ അത് തീർത്തും വചനവിരുദ്ധമാണ്. വചനം വിരുദ്ധം പറയുന്നവരോടും ചെയ്യുന്നവരോടും കൂടി ദൈവം കൂട്ടുനിന്ന് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഒരിക്കലുമില്ല. യേശു ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ ഒരു മാതൃകയാണ് യഥാർത്ഥ ആത്മീയൻ ഇന്നും പിന്തുടരേണ്ടത്. അജ്ഞത അലങ്കാരമാക്കി കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഇതുപോലെയുള്ള ഗുണ്ടാ പാസ്റ്റർമാരുടെ നടക്കുന്നവരും ഇവന്മാരും ഒക്കെ ഏത് ആത്മാവിനാലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം. ദൈവാത്മാവിനാൽ നടക്കുന്നവൻ ഒരിക്കലും ശപിച്ചുകൊണ്ട് നടക്കത്തില്ല. അപ്പം പിന്നെ ഇവൻ ഏത് ആത്മാവിലാണ് നടക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം വായിച്ചു നോക്കണം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ 9ഉം 10-ാമത്തെയും വാക്യത്തിൽ യാക്കോബ് ഇങ്ങനെ പറയുന്നു, ദൈവവും പിതാവായവനെ നമ്മൾ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുള്ള മനുഷ്യരെ നമ്മൾ ശപിക്കുന്നു. ഒരേ വായിൽ നിന്ന് സ്തുതിയും ശാപവും പുറപ്പെട്ടു വരുന്നുവോ? അത് യോഗ്യമല്ല. അതുകൊണ്ടാണ് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ യാക്കോബ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നത്. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? എനിക്കും ഇതേ ചോദ്യം തന്നെയാണ് ഈ ഗുണ്ടാ പ്രവാചകന്മാരോട് ചോദിക്കാനായിട്ടുള്ളത്. ഒരേ വായിൽ നിന്ന് നിനക്ക് എങ്ങനെയാണ് ദൈവവചനവും ശാപവും വരുന്നത്? അങ്ങനെ അത് വരുന്നുണ്ടെങ്കിൽ അത് പിശാചിൽ നിന്നല്ലേ വരുന്നത്? അത് പറയാൻ നിനക്കൊന്നും കഴിയത്തില്ല. പക്ഷേ 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യാക്കോബ് തീർത്തും പറയുന്നുണ്ട്, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമത്രേ. ഉണ്ടല്ലോ, വിശുദ്ധ തിരുവചനം തീർത്തും പറയുന്നുണ്ട്, ദൈവവചനം പറയുന്ന വായിൽ നിന്ന് നീയൊക്കെ ശാപവാക്ക് ഉതിർക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല, നീ പിശാചിൻ്റെ പ്രവർത്തികളെയാണ് ചെയ്യുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19 മുതൽ വായിച്ച് നോക്കിയാൽ നിനക്കൊക്കെ മനസ്സിലാകും ആത്മാവിൻ്റെ ഫലം എന്താണ്, ജഡത്തിൻ്റെ ഫലം എന്താണെന്നുള്ളത്. ഈ കള്ളപ്രവാചകന്മാരോട് എനിക്ക് ഒരേ ഒരു കാര്യം കൂടി ഇനിയും പറയാനുണ്ട്. നീയൊക്കെ വേറെ ഏത് വാക്യം വായിച്ചില്ലെങ്കിലും ഈ പറയുന്നൊരു വാക്യം വായിക്കണം. നീയൊക്കെ ശപിച്ച് ഭസ്മമാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണി കൊണ്ട് നടക്കുമല്ലേ, നീയൊക്കെ ഇത് വായിക്കണം. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. കേട്ടല്ലോ, എന്തായിരിക്കണം? നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ അനുഗ്രഹിക്കുന്നവനായിരിക്കണം. അപ്പം നീ ശപിച്ചുകൊണ്ട് നടന്നാൽ ശപിക്കപ്പെടുന്നത് നീ തന്നെ ആയിരിക്കണം എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. ഗുണ്ടയായിട്ടൊന്നും ഒരു കാര്യമില്ല, മണ്ടയിൽ വല്ലതും വേണം. അതുകൊണ്ട് ആദ്യം നീയൊക്കെ തീരുമാനിക്കുക, നീയൊക്കെ അനുഗ്രഹിക്കപ്പെടണോ ശപിക്കപ്പെടണോ എന്നുള്ളത്. വെറും വചനം അറിയാൻ വയ്യാത്ത, തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത കുറേ ആൾക്കാരെ നിനക്കൊക്കെ പറ്റിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥ തിരുവചനം അറിയാവുന്നതും സത്യം മനസ്സിലാക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് നീയൊന്നും ഈ കളിയും കൊണ്ട് ഇറങ്ങാനായിട്ട് കഴിയത്തില്ല. അത് ആദ്യം നീയൊക്കെ മനസ്സിലാക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.